ഹലോ മക്കളെ, എല്ലാവർക്കും സൈലം ലേണിംഗിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ശ്രുതി ടീച്ചറാണ്. ഇന്ന് നമുക്ക് മലയാളത്തിന്റെ മെഗാ മാരത്തോൺ ഉണ്ട്. എല്ലാവരും 7 മണിക്ക് കൃത്യം പങ്കെടുക്കണം. അതിനു മുമ്പായിട്ട് ഒരു ചെറിയ ക്വസ്റ്റ്യൻ, സാധ്യതയുള്ള ഒരു ചോദ്യം ടീച്ചർ പറഞ്ഞുതരാട്ടോ, മലയാളം ഫസ്റ്റില്. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. കാരണം എന്താണ്, പരീക്ഷ നാളെ കഴിയാൻ പോവാണ്. കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അടിച്ചു പൊളിക്കാൻ പോവാണല്ലേ, ശരിയല്ലേ? അപ്പൊ അടിച്ചു പൊളിക്കുന്ന കൂട്ടത്തില് നമ്മുടെ വജ്ര ബാച്ചിന്റെ എൻഡ് ഗെയിമില് ഓഫർ വന്ന കാര്യം മറന്നു പോകരുത്. 15% ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാം. 1175 രൂപ അടച്ചു കഴിഞ്ഞാൽ ആദ്യം തൊട്ടുള്ള സിലബസ് നിങ്ങളെ കവർ ചെയ്തുകൊണ്ട്, നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സൈലത്തിൽ ഓരോ ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിന് ഈ ഒരു നമ്പറിൽ വിളിച്ചു നോക്കുക കേട്ടോ, 9995400800 എന്ന് പറയുന്ന നമ്പറിൽ കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്ത് തരും. 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടല്ലേ 7ാം ക്ലാസ്സിലോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. ഇനി എനിക്ക് പറയാനുള്ള ഒരു ചോദ്യം ഇതാണ് കേട്ടോ, പ്രയോഗത്തിന്റെ ഔചിത്യം. ഒരു ചോദ്യം ഇങ്ങനെയാണ്, പ്രയോഗത്തിന്റെ ഔചിത്യം എന്താണ്? ചില പ്രയോഗങ്ങള് നമ്മുടെ പല കവിതകളിൽ കാണാം, അല്ലെ? ചില കഥകളിൽ ചില പ്രയോഗങ്ങൾ കാണാം, കവിതകളിൽ കാണുന്ന ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ഈ പ്രയോഗം എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ അത് അവിടെ ഉപയോഗിക്കുന്നതിന്റെ ഔചിത്യം എന്താണ്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതാണ് ഈ ഒരു ചോദ്യം. നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് കാണൂ. ഇതാ, ഉഴുതുമറിച്ച ചെമ്മണ്ണിലം, ഈ പ്രയോഗത്തിന്റെ ഔചിത്യം എന്ത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതാണ് പാഠം? ഏതു പാഠത്തിലതാണ്? അതാണ് വയൽക്കാഴ്ചകൾ എന്ന് പറയുന്ന കവിതയിലാണ് അല്ലെ. ഇത് NV കൃഷ്ണവാര്യർ പരിഭാഷപ്പെടുത്തിയതാണ്. അത് എഴുതിയിരിക്കുന്നത് അകം കവിതകൾ ഇടൈക്കാടനാർ എന്ന് പറയുന്ന കവിയുടേതാണ് അല്ലെ. അപ്പോൾ ഇത് നമുക്കൊന്ന് നോക്കാം, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉഴുതുമറിച്ച ചെമ്മണ്ണിലത്തെ കീറിയോരിറച്ചി പോൽ നീർവാലും കരിച്ചാൽ എന്നാണ് കവി ഉപമിച്ചിരിക്കുന്നത്. അതായത് കീറി മുറിച്ച ശരീരത്തിനുള്ളിൽ നിന്ന് ചോര പടർന്ന ഇറച്ചിയായിട്ടാണ് ഉഴുതുമറിച്ച ചെമ്മണ്ണിലത്തെ ഉപമിച്ചിരിക്കുന്നത് അല്ലേ. അതുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പുറത്ത് കാണുന്നത് പോലെയാണ് അല്ലെ ഇറച്ചി, കീറി മുറിച്ച ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് ചോര പടർന്ന ഒരു ഇറച്ചി കഷ്ണം ഇങ്ങനെ പുറത്ത് നിൽക്കുന്നത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. അതുപോലെയാണ് ഉഴവുചാലിൽ നിന്ന് വെള്ളം കിനിയുന്ന ചെമ്മണ്ണിലം അല്ലെ. ചെമ്മണ്ണ്, ചുവന്ന മണ്ണുള്ള ആ നിലം അല്ലെ. മണ്ണിന്റെ കടുംചുവപ്പ് നിറവും മഴ പെയ്തതിലുള്ള നനവും ഉഴുതപ്പോൾ വെളിവായ അതിന്റെ മൃദുത്വവും, ഉഴുതു കഴിഞ്ഞപ്പോൾ അതിന് നല്ല സോഫ്റ്റ് മൃദുത്വം ഉണ്ടാവും അല്ലെ. ഫലഭൂയിഷ്ഠതയും വായനക്കാരിലേക്ക് പകർന്നു നൽകാൻ ഈ ഒരൊറ്റ ഉപമയ്ക്ക് സാധിക്കുന്നു. ഇത് മണ്ണിന്റെ വന്യമായ സൗന്ദര്യത്തെ, മണ്ണ്, കൃഷി, ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പാഠം എന്നൊക്കെ നമുക്കറിയാം അല്ലെ. നമ്മള് ഏതോ കാലം മുതലാണ് കൃഷി ചെയ്തു തുടങ്ങിയത് അല്ലെ. അതാണ് ഒരു സംസ്കാരമായി മാറിയത് പിന്നീട്. അപ്പോ ഉഴുതുമറിച്ച ചെമ്മണ്ണിലം, ഈ പ്രയോഗം അല്ലെ, ഉഴുതുമറിച്ച ചെമ്മണ്ണിലത്തെ കീറിയോരിറച്ചി പോൽ നീർവാലും കലിച്ചാൽ എന്ന് പറയുന്നുണ്ട് അല്ലെ. അതായത് കീറി മുറിച്ച ശരീരത്തിനുള്ളിൽ നിന്ന് ചോര പടർന്ന ഇറച്ചി ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നത് പോലെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവ് ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവരും കൃത്യസമയത്ത് 7 മണിക്ക് തന്നെ ലൈവിൽ കയറുക. മക്കളെല്ലാവരും പരീക്ഷയ്ക്ക് നാളെ അടിപൊളിയായിട്ട് എഴുതണമെന്ന് ടീച്ചർക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ്സിലേക്ക് വരാട്ടോ.